ഇന്ന് രാവിലെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. കുറച്ചധികം വൈകിട്ടുണ്ട്. പുറത്തേക്ക് നോക്കിയാൽ അറിയാം അത്യാവശ്യം നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൃക്കേട്ടയാണ്. നമുക്ക് പൂക്കളമൊക്കെ ഇടണം. പൂക്കളം ഇടുന്ന ദിവസം നേരത്തെ എണീക്കണം എന്ന് കുറച്ചായിട്ടോ പ്ലാൻ ചെയ്യുന്നു. അത്ത മുതൽ പ്ലാൻ ചെയ്യുന്നതാണ്, പക്ഷെ നടക്കാറില്ല. രാവിലെ ആകുമ്പോൾ എഴുന്നേക്കാൻ നല്ല മടിയാണ് കേട്ടോ. തണുപ്പും എന്താ പറയുക മഴയൊക്കെ ആകുമ്പോൾ എണീക്കാൻ മടിയാണ്. ഉണർന്ന് കിടക്കും, പക്ഷേ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കിടക്കാന്നിട്ട് അങ്ങനെ കിടന്ന് സമയം പോകും. പിന്നെ കുഞ്ഞൂസിന് ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എണീക്കേണ്ട സമയം എണീക്കും. നിർബന്ധം ഇല്ലെങ്കിൽ നല്ല മടിയാണ്. അപ്പോൾ എണീറ്റ് കുളിയൊന്നും കഴിഞ്ഞില്ല, വേഗം മുറ്റം ഒന്ന് അടിച്ചു വാരി കേട്ടോ. മുറ്റത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ രാവിലെ എണീറ്റ് മുറ്റടിക്കലൊരു ശീലമായതുകൊണ്ട് അതങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് സിറ്റ് ഔട്ട് ഇല്ലാത്തതുകൊണ്ട് പടിയിൽ നിറച്ചും വെള്ളം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഇങ്ങനെ ചവിട്ടിയിലൊക്കെ ആണെങ്കിൽ നിറച്ചും ഇങ്ങനെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ കാലുകൊണ്ടൊന്ന് പടിയൊന്ന് കഴുകിയിട്ട് ഞാൻ വേഗം ഒന്ന് തുടച്ചു വിട്ടു കേട്ടോ. അപ്പോൾ ചിങ്ങമാസം ആകുമ്പോഴത്തേക്കെങ്കിലും മഴ കുറഞ്ഞു എന്നൊക്കെ ഒന്ന് സന്തോഷിച്ചു. 2 ദിവസം വെയിലൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ലാണ്ട് രാത്രിയിലൊക്കെ നല്ല മഴയാണ്. നിങ്ങൾക്കറിയാലോ, നമുക്ക് മഴ വരുമ്പോൾ ചെറിയൊരു പേടിയാണ്. ഇങ്ങനെ നിർത്താതെ മഴയൊക്കെ വരുമ്പോഴേ ഒരു ചെറിയൊരു പേടിയാണ്. അപ്പോൾ ഞാൻ വേഗം പടിയൊക്കെ ഒന്ന് തുടച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ വേഗം കുളിച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. അപ്പോൾ ഇന്നലെ എനിക്ക് പണി കിട്ടിയ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ കുറച്ച് ഇലകളൊക്കെ അരിഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് തറയിൽ നിന്ന് ഇലകളൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തറയൊന്ന് മെഴുകിയിട്ടു. തറ ഇന്നലെ മഴയായതുകൊണ്ട് കല്ലൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടി മണ്ണിട്ടൊന്ന് മെഴുകി എടുക്കുമായിരുന്നു. അതിനുള്ളൊരു പിന്നെ കുളി കഴിഞ്ഞിട്ട് ചെളി എടുക്കണ്ടേന്ന് വെച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്നും മെഴുകിയിട്ട്, എന്നാലും കല്ലുകളൊക്കെ പൊന്തി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് പോയിട്ട് കുറച്ച് പൂക്കളൊക്കെ പറിച്ചു കേട്ടോ. ഒരുപാട് പൂക്കളൊന്നുമില്ല. പിന്നെ നമുക്കിങ്ങനെ പൂക്കൾ എന്ന് പറയുമ്പോൾ പൂക്കളം ഇടുക എന്ന് പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പൂക്കളം ഇടുമ്പോൾ ഒരു രസം ഉണ്ടാവും. എനിക്കാണെങ്കിൽ അങ്ങനത്തെ പൂക്കളൊന്നും ഇവിടെ കിട്ടാനില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് ഇലകളൊക്കെ പറിച്ച് അരിഞ്ഞെടുത്തോട്ട്. ഇങ്ങനെ ചുമന്ന ഇലയൊക്കെ ഇല്ല, ഇങ്ങനെ ചീരയുടെ പോലെയുള്ള അങ്ങനത്തെ ഒരു ചെടിയില്ല, അതിൻ്റെ ഇലയൊക്കെ പറിച്ച് കുറച്ച് അരിഞ്ഞെടുത്തു. കുറച്ച് പച്ചിലയൊക്കെ പിന്നെ അരിഞ്ഞെടുത്തു. പിന്നെ നമ്മളെപ്പോഴും ഇടുന്ന പോലെ തന്നെ നമ്മുടെ ഓറഞ്ച് പൂവും മഞ്ഞപ്പൂവും ഇത് വെച്ചിട്ട് ഞാൻ ഒപ്പിച്ചിട്ടാണ് കേട്ടോ. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഒപ്പിച്ചിട്ടതാണ്. പൂക്കളം കാണാൻ വലിയ രസമൊന്നുമില്ല, എങ്കിലും ഞാൻ എൻ്റെ ഒരു ഇതിന് ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ കുഞ്ഞൂസിനെ ഇന്ന് വിളിച്ചില്ല. അവന് രാവിലെ എണീറ്റ് കുളിച്ച് കഴിയുമ്പോൾ നല്ല തുമ്മലാണ് കേട്ടോ. അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തുമ്മലാണ്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇന്നത്തെ ദിവസം മൊത്തം പോവും. അപ്പം ഞാൻ ഇന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സമയം പോയതുകൊണ്ട് തന്നെ ഒരുപാട് ലാവിഷായിട്ട് ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലത്തെ ചായപൊടി കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഏട്ടന് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞൂസിന് ഉപ്പുമാവ് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ വേഗം അപ്പുറത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അല്ലെങ്കിൽ ദോശയും സാമ്പാർ ചട്നിയൊക്കെ ആണെങ്കിലും കുഞ്ഞൂസിന് കുഴപ്പമില്ല. അപ്പോൾ അമ്മ അവിടെ ദോശയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അമ്മയാകുമ്പോൾ പിന്നെ അവൻ്റെ ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഞാനാണെങ്കിൽ നിർബന്ധിച്ച് ചിലപ്പോൾ ഉപ്പുമാവൊക്കെ കഴിക്കാൻ പറയും. അപ്പോൾ പിന്നെ ഉപ്പുമാവ് എനിക്കിപ്പോൾ എളുപ്പമാണ് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എനിക്കറിയില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവിന് കറിയൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഏട്ടൻ അങ്ങനത്തെ നിർബന്ധങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കൂടെയുള്ള ആൾ നമ്മളെ മനസ്സിലാക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പഞ്ചസാരയും ഉപ്പുമാവും കട്ടൻ ചായയാണ് കേട്ടോ രാവിലത്തേത്. അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം.